തൃശൂർ വെണ്ണൂർ സ്വദേശി അനിൽകുമാർ ഒമാനിലെ ബഹ്ലയിൽ നിര്യാതനായി. 36 വയസ്സായിരുന്നു. വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു. ഭാര്യയും 6 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങി. ഫോക്കസ് മക്ക ചാപ്റ്റർ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് മക്കയിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് PRO അയ്യൂബ് മുസ്ലിയാരകത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബ്ദുൽ നാസർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഫോക്കസ് മക്ക സിഇഒമാരായ മുഹമ്മദ് ഹുസൈൻ, ബഷീർ പുത്തനത്താണി എന്നിവർ സംസാരിച്ചു. ഫോക്കസും അൽ അബീറും സംയുക്തമായി നടത്തുന്ന 9ാമത്തെ ക്യാമ്പായിരുന്നു മക്കയിൽ നടന്നത്. സിംഗപ്പൂർ സഹകരണത്തോടെ ഒമാനിൽ കൊഞ്ചുപാടം വരുന്നു. $120 ദശലക്ഷം ചെലവിൽ 500 ഹെക്ടർ സ്ഥലത്ത് കൊഞ്ചും കടൽ വെള്ളരിയും കൃഷി ചെയ്യാനാണ് പദ്ധതി. മസ്കത്ത് നഗരത്തിലെ ഖുറം മേഖലയിലാണ് വിശാലമായ കൊഞ്ചുപാടത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഖുറം അക്വാപോളിസ് എന്ന പേരിൽ അറേബ്യൻ മറൈൻ ഡെവലപ്മെന്റാണ് വിപുലമായ കൊഞ്ച് കടൽ വെള്ളരി കൃഷി ആരംഭിക്കുന്നത്. ബാങ്ക് സൊഹാർ, സിംഗപ്പൂരിലെ ലിം ഷ്രിംപ് ഓർഗനൈസേഷൻ എന്നിവ ചേർന്ന സംയുക്ത സംരംഭമാണിത്. അക്വാകൾച്ചർ സമുച്ചയത്തിന് പുറമെ ടൗൺഷിപ്പും പദ്ധതിയുടെ ഭാഗമാണ്. ചൈന ഊയി കമ്പനിക്കാണ് പദ്ധതിയുടെ കരാർ നൽകിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രമായി $69.45 ദശലക്ഷം ചെലവ് പ്രതീക്ഷിക്കുന്നു. കുളങ്ങൾ, ജലസേവന സംവിധാനം, ജീവനക്കാരുടെ താമസത്തിനായി വിപുലമായ സൗകര്യങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. 21 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വർഷം 4000 ടൺ കൊഞ്ചും 2000 ടൺ കടൽ വെള്ളരിയും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1, മസ്കത്ത്. മലപ്പുറത്ത് ബ്രസീൽ ആരാധകരുടെ ആവേശം ഇന്നലെ അണപൊട്ടി തെരുവിലെത്തി. ബദ്ധവൈരികളായ ബ്രസീലിന്റെ കളി കാണാനെത്തിയ അർജന്റീന ആരാധകർ ക്രൊയേഷ്യയെ പിന്താങ്ങി. ആദ്യ ഗോൾ ആവോളം ആഘോഷിച്ച ഇതര ടീമുകൾ ബ്രസീൽ 3 ഗോൾ നേടിയതോടെ പിൻവാങ്ങി. പിന്നെ മലപ്പുറത്തിന്റെ തെരുവുകൾ മഞ്ഞക്കിളികൾ കീഴടക്കി. കനത്തു പെയ്ത മഴ തെല്ലൊന്നു മാറിയപ്പോൾ മലപ്പുറത്തെ അങ്ങാടികളിൽ മഞ്ഞക്കിളികൾ നിറഞ്ഞു. പിന്നെ നേരത്തെ ഒരുക്കിവെച്ച കൂടാരങ്ങളിൽ സ്വന്തം ടീമിന്റെ കളി തുടങ്ങിയതോടെ ആരവം. ബ്രസീലിൻ്റെതായിരുന്നു കളിയെങ്കിലും അർജന്റീനക്കാരും എത്തിയിരുന്നു. ഇത്തവണ അർജന്റീനക്കാർ ക്രൊയേഷ്യക്കൊപ്പം നിന്നു. ഒരു ചെറുപിഴയിൽ തട്ടി ക്രൊയേഷ്യക്ക് അനുകൂലമായി സെൽഫ് ഗോൾ വീണതോടെ ആഘോഷമാക്കിയത് അർജന്റീനക്കാരായിരുന്നു. ബ്രസീലിയൻ ആരാധകരുടെ മുഖത്ത് നിരാശയും സങ്കടവും പുറത്തെ മഴയോടൊപ്പം പെയ്തു. ഞൊടിയിടയിൽ വന്ന നെയ്മറിന്റെ ഗോൾ ബ്രസീൽ ആരാധകർ പെരുന്നാളാക്കി. കളിയുടെ 2ാം പാതിയിൽ നേടിയ 2 ഗോളുകളോടെ ബ്രസീലിനു സമഗ്രാധിപത്യം. 3:30 പിന്നെ ആവേശം തെരുവിലെത്തി. ആഗ്രഹിച്ചൊരു വിജയം തന്നെയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയായിരുന്നു 3-1 ജയിക്കുന്നു. അതുപോലെ തന്നെ നടന്നു. കളിയിൽ ഫുള്ള് മേധാവിത്വം ബ്രസീലിനായിരുന്നു. അതിന് തുടർന്ന് അങ്ങോട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും, അല്ല യാതൊരു സംശയവും. ഇതോടെ മറ്റു ടീമുകൾ പതിയെ കളം വിട്ടു. ഇനി അർജന്റീനയുടെ മത്സരത്തിനായാണ് മലപ്പുറത്തിന്റെ കാത്തിരിപ്പ്. ഏതായാലും ആദ്യ ദിവസം തന്നെ ഗോൾ മഴ പെയ്ത സന്തോഷത്തിലാണ് മലപ്പുറത്തുകാർ. മീഡിയ 1, മലപ്പുറം. ലോകകപ്പ് തുടങ്ങിയതോടെ ടീമുകളുടെ ആരാധകർ തമ്മിലുള്ള യുദ്ധം ഫേസ്ബുക്കിൽ സജീവമാവുകയാണ്. ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ലീഡ് ചെയ്ത ബ്രസീൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇന്നലെ ലീഡ് ചെയ്യുന്നത്. ആദ്യ മത്സരത്തിലെ വിജയത്തോടെ ബ്രസീൽ ആരാധകരുടെ ആവേശം സോഷ്യൽ മീഡിയകൾ പടരുകയാണ്. പോസ്റ്റുകളും കമന്റുകളും പ്രധാനമായി ലക്ഷ്യം വെച്ചത് അർജന്റീനക്കാർ തന്നെ. ഈ ലോകകപ്പിൽ ആദ്യ ഗോൾ അടിച്ചത് ബ്രസീലായിരിക്കും. പക്ഷേ ഫേസ്ബുക്കിലെ ആദ്യ ഗോൾ അർജന്റീന ഫാൻസിന്റെ വകയാണ്. ബ്രസീലിന്റെ സെൽഫ് ഗോളിനെ കളിയാക്കിക്കൊണ്ട്. ആതിഥേയ മര്യാദയാണെന്ന് ബ്രസീൽ ഫാൻസിന്റെ മറുപടി. നെയ്മറുടെ ഇരട്ട ഗോൾ ബ്രസീൽ ഫാൻസ് ശരിക്കും ആഘോഷിച്ചു. പിന്നീട് അർജന്റീന പോസ്റ്റിലേക്ക് ബ്രസീൽ ഫാൻസിന്റെ കടന്നാക്രമണമായിരുന്നു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 2 ഗോൾ അടിച്ച നെയ്മറെ 8 ലോകകപ്പ് കളികളിൽ നിന്നായി 1 ഗോൾ മാത്രം സ്വന്തമായുള്ള അർജന്റീനയുടെ ലിയോ മെസ്സിയുമായി താരതമ്യം ചെയ്ത് ബ്രസീൽ ഫാൻസ് ഗോളടിച്ചു. അതിൽ അർജന്റീനക്കാർ ശരിക്കും പ്രതിരോധത്തിലായി. തുടർന്ന് ബ്രസീലിന് അനുകൂലമായ വിവാദ പെനാൽറ്റിയിൽ പിടിച്ച് അർജന്റീന ഫാൻസിന്റെ കൗണ്ടർ അറ്റാക്ക്. അർജന്റീനക്കാർ റഫറിയെ മാൻ ഓഫ് ദ മാച്ചായി പ്രഖ്യാപിച്ചപ്പോൾ ബ്രസീലിന് മറുപടിയില്ല.
ഓസ്കറിന്റെ മൂന്നാം ഗോളോടെ ബ്രസീൽ വീണ്ടും ലീഡ് പിടിച്ചു. അങ്ങനെ ആദ്യ കളി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും ബ്രസീൽ മുന്നിൽ. വേൾഡ് കപ്പ് ഡെസ്ക് മീഡിയ വൺ. ലോകകപ്പ് പ്രത്യേക വാർത്തകളുടെ എക്സ്ട്രാ ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വീണ്ടും ജിൽസിയിലേക്ക്. നന്ദി മുഹാജിർ. ന്യൂസ് മിഡിൽ ഈസ്റ്റിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാഖിൽ വിമതർ 2 നഗരം കൂടി പിടിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയെന്ന് UN പ്രതിനിധികൾ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഇറാഖ് പാർലമെന്റ് തള്ളി. വിമതരെ നേരിടാൻ എല്ലാ സഹായവും നൽകുമെന്ന് അമേരിക്ക. തിക്രത്തിൽ 46 മലയാളി നഴ്സുമാർ കുടുങ്ങിക്കിടക്കുന്നു. തിരികെ എത്തിക്കാൻ ശ്രമം ആരംഭിച്ചെന്ന് മുഖ്യമന്ത്രി. ദമാമിൽ മലയാളി യുവാവിന്റെ ആടുജീവിതത്തിന് അറുതി. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 800 കിലോമീറ്റർ അകലെ മരുഭൂമിയിൽ യുവാവ് കഴിഞ്ഞത് 8 മാസം. കുവൈത്തിന്റെ വ്യോമപരിധിയിലൂടെ പറക്കുന്ന മുഴുവൻ വിമാനങ്ങൾക്കും നികുതി ഏർപ്പെടുത്താൻ സിവിൽ ഏവിയേഷൻ സുപ്രീം കൌൺസിൽ തീരുമാനം. ഏവിയേഷൻ ഇന്ധനത്തിന്റെ സബ്സിഡി മാനദണ്ഡം പുതുക്കാനും ധാരണ. ഒമാൻ തീരത്തോടടുക്കുന്ന നാനോക് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി റിപ്പോർട്ട്. 38 മണിക്കൂറിനകം കാറ്റ് ഒമാനിലേക്ക് പ്രവേശിക്കുമെന്ന് മുന്നറിയിപ്പ്. തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ 2ാം മത്സരത്തിൽ മെക്സിക്കോയ്ക്ക് ജയം. Mexico finally break through. Peralta's the man. കാമറൂണിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. ഗ്രൂപ്പ് ബിയിൽ സ്പെയിൻ ഹോളണ്ട് പോരാട്ടം അല്പസമയത്തിനകം. ന്യൂസ് മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. ശുഭരാത്രി.